ഷാഫിക്ക് അവളുടെ നമ്പർ മനസ്സിലായതോടെ ഫോൺ അറ്റൻഡ് ചെയ്യണോ വേണ്ടയോ എന്നൊന്ന് ആലോചിച്ചെങ്കിലും കെട്ടാൻ പോകുന്ന പെണ്ണാണ്, എടുക്കാതെ ഇരുന്നാൽ ആദ്യമേ ഞങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുമെന്നോർത്തപ്പോൾ എടുത്ത് പെട്ടെന്ന് വയ്ക്കാം, നിക്കാഹ് കഴിഞ്ഞിട്ട് കൂടുതൽ സംസാരിക്കാം എന്നെല്ലാം ചിന്തിച്ച് ഫോൺ എടുത്ത് ഹലോ പറഞ്ഞതും അവൾ എന്താണിക്ക ഫോൺ എടുക്കാൻ ഇത്രയ്ക്ക് താമസം? ഞാൻ അപ്പുറത്തായിരുന്നു എന്ന് മൂളി. അവൾ എവിടെയാണെന്ന് ചോദിച്ചു. വീട്ടിലാണ്. എന്തേ വിളിച്ചത്? അവൾ ഇഷ്ടപ്പെടാത്ത പോലെ. അപ്പോൾ ഞാൻ വിളിക്കുന്നത് ഇഷ്ടമല്ല അല്ലേ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിനക്ക് എന്തെങ്കിലും എന്നോട് സീരിയസ് ആയി പറയാനുണ്ടാകുമോ എന്ന് വിചാരിച്ച് ചോദിച്ചതാണ്. നീ വിളിക്കുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിക്കാഹ് കഴിയാൻ ഇനി അധികം ദിവസമൊന്നും വേണ്ടല്ലോ. അത് കഴിഞ്ഞ് നീ വിളിക്കുമ്പോൾ ഞാനിങ്ങനെ സംസാരിക്കില്ല, പേടിക്കണ്ട. ഷാഫി പറഞ്ഞതെന്താണെന്ന് മനസ്സിലായതുപോലെ അവൾ പറഞ്ഞു. മിഠായി കൊടുക്കലൊക്കെ വേണ്ടെന്ന് വെച്ചെന്ന് കേട്ടു. അതെന്താ, എനിക്ക് മിഠായി ഒന്നും തരണ്ടേ? ഷാഫി പറഞ്ഞു, നിനക്ക് ഏത് മിഠായിയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ വന്ന ശേഷം ഞാൻ വാങ്ങിത്തരാം. പിന്നെ ആ പരിപാടി ഒഴിവാക്കിയത് ഞാൻ തന്നെയാണ്. നിക്കാഹിൻ്റെ ദിവസം അങ്ങനൊരു പരിപാടി ദൂർത്താണെന്നാണ് എൻ്റെയും ഇവിടെയുള്ള എല്ലാവരുടെയും അഭിപ്രായം. അതൊക്കെ ആളുകൾ വെറുതെ പൈസ ചിലവാക്കാൻ നടത്തുന്ന ഓരോ ചടങ്ങുകൾ അല്ലേ? അവൾ മറുപടിയായി പറഞ്ഞു. ഇവിടെ എൻ്റെ കുടുംബത്തിലൊക്കെ വലിയ പരിപാടിയായാണ് അതൊക്കെ നടത്തൽ. എൻ്റേത് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ എന്തോ പറ്റാത്തതുപോലെ എല്ലാവരും പ്രതീക്ഷിച്ചതായിരുന്നു. ഷാഫി കൂടുതൽ ആലോചിക്കാതെ മറുപടി കൊടുത്തു. അമ്മാവൻ എൻ്റെ ഉപ്പയോട് അതിനെക്കുറിച്ച് സംസാരിച്ചതായിരുന്നല്ലോ. അവർ എതിർപ്പൊന്നും പറഞ്ഞിരുന്നില്ല. ഉപ്പക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എൻ്റെ അമ്മായിമാരും എളിമമാരും അവരുടെ മക്കളും ഒക്കെയാണ് ഓരോന്ന് പറയുന്നത്. എനിക്കത് കേൾക്കുമ്പോൾ എന്തോ പോലെ. കുടുംബത്തിൻ്റെയൊക്കെ ഇഷ്ടവും അനിഷ്ടവും നമുക്ക് നോക്കേണ്ടതുണ്ടോ? ആ ചടങ്ങ് ഇല്ലാത്തത് കൊണ്ട് നിനക്കെന്തെങ്കിലും പരിഭവമുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയൂ. കൂടുതൽ പറയാതെ അവൾക്ക് ഷാഫി നൽകിയ ആ ചോദ്യത്തിന് എന്ത് മറുപടി പറയുമെന്നറിയാതെ അവൾ വലിയ രസമില്ലാതെ പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇക്ക, ഇവിടെ എല്ലാവരും അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞതാ. അവളുടെ മറുപടികൾ തനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഷാഫി പറഞ്ഞു. മറ്റുള്ളവർ എന്തൊക്കെയോ പറയുന്നു ചെയ്യുന്നു എന്നൊന്നും നോക്കി ഞാൻ ഒന്നും ജീവിതത്തിൽ ചെയ്യാറില്ല. നമുക്ക് എന്താണ് നല്ലത് എന്ന് തോന്നുന്നത് ചെയ്യും. ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരാളുടെ അഭിപ്രായം ചോദിക്കാറുണ്ട്. അവരും എന്നെ അനുകൂലിക്കുകയാണെങ്കിൽ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഒരു വട്ടം കൂടി ആലോചിക്കും ഏത് കാര്യത്തിലും. ഞാൻ അങ്ങനെയാണ് എന്ന് നമ്മൾ ജീവിതം തുടങ്ങാൻ പോകുന്നതിന് മുൻപ് നീ അത് മനസ്സിലാക്കാൻ കൂടിയാണ് പറയുന്നത്. ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഞാൻ സിമ്പിൾ ജീവിതം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ചുറ്റും ഇങ്ങനെയാണ് ആളുകൾ ജീവിക്കുന്നത് എന്ന് നോക്കാറില്ല. കാലത്തിനനുസരിച്ച് നമ്മൾ പാലിക്കേണ്ട അദബുകളിലും പരിഗണനയിലും മാറ്റം വരുത്താറില്ല. അവൾ ഇടയ്ക്ക് കയറി ചോദിച്ചു, ഒരു പഴഞ്ഞൻ കാഴ്ചപ്പാടാണോ? ആണിൻ്റെ മനസ്സ് വായിക്കാനറിയാത്ത ഒരു പെണ്ണിൽ നിന്നും അത്തരമൊരു ചോദ്യം പറയുമ്പോൾ പക്വതയോടെ മറുപടി കൊടുക്കണമെന്ന് നന്നായി അറിയാവുന്ന ഷാഫി മറുപടിയായി പറഞ്ഞു. അങ്ങനെ ചോദിച്ചാൽ എന്താ പറയുക? ഒരു ഉദാഹരണം പറഞ്ഞു തരാം. കല്യാണത്തിൻ്റെ അന്ന് രാത്രി നാട്ടുകാരും അയൽവാസികളും കുടുംബക്കാരും എല്ലാം വരുന്ന സമയമാണ്. ആ സമയത്ത് ഇവിടെയൊക്കെ നടത്തി വരുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ റീൽസിലോ മറ്റോ വൈറലായി ഏതെങ്കിലും ആളുകളെ കൊണ്ട് വന്ന് ഗാനമേള നടത്തുക എന്നത്. ആ പരിപാടിയിൽ കല്യാണ വീട്ടിലെ സ്ത്രീകളടക്കമുള്ളവർ ഡാൻസ് ചെയ്ത് വിവാഹപ്പന്തൽ കളറാക്കുന്നത് പല ഒഴിച്ചുകൂടാനാവാത്ത പരിപാടികൾ പോകുമ്പോഴും കണ്ടിട്ടുണ്ട്. ഞാനതിനെ എതിർക്കുന്ന ഒരാളാണ്. രാത്രി നൽകുന്ന ഭക്ഷണത്തിനോ ആളുകൾ വരുന്നതിനോ എല്ലാവരും കൂടിയിരുന്ന് സംസാരിക്കുന്നതിനോ കുട്ടികൾ മൈലാഞ്ചിയിട്ട് നടക്കുന്നതിനോ ഒന്നും ഞാൻ എതിരല്ല. ആണും പെണ്ണും ചേർന്ന് കാണിക്കുന്ന പേക്കൂത്തുകൾക്ക് ഞാൻ എതിരാണ്. അതെൻ്റെ വിവാഹത്തിൽ ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ വെച്ച് അളന്ന് എന്നെ ആരെങ്കിലും പഴഞ്ചൻ എന്ന് വിളിച്ചാൽ എനിക്കതിലൊരു പരിഭവവും ഉണ്ടാവില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. എന്നെ വേണോ വേണ്ടയോ എന്ന് നിനക്ക് തീരുമാനിക്കാൻ നമ്മുടെ നിക്കാഹിൻ്റെ സദസ്സ് ഒരുങ്ങുന്നതിന് മുമ്പ് വരെ സമയമുണ്ട് എന്ന് പറഞ്ഞ്
ഷാഫി നിസ്സാരമായി ചിരിച്ചപ്പോൾ അവൾ പറഞ്ഞു, അതൊക്കെ ഞാൻ മാറ്റി എടുക്കും എന്ന് പറഞ്ഞ് അവളും ചിരിച്ചപ്പോൾ ഷാഫി പറഞ്ഞു, അവസാനം ഞാനിതൊക്കെ പറഞ്ഞ ദിവസം മറന്ന് നിങ്ങൾ ഇങ്ങനെയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറയാഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ഷാഫി, എൻ്റെ അമ്മാവൻ അങ്ങോട്ട് വരും കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുമ്പോൾ ഇവളുമായുള്ള ജീവിതം അല്പം പ്രയാസം നിറഞ്ഞതായിരിക്കും. പക്ഷേ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നുണ്ട്, കൂടുതൽ അടുക്കുമ്പോൾ അവൾ മാറിക്കോളും, അല്ലാതെ എന്ത് നടക്കാൻ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് ഷാഫി പുറത്തേക്കിറങ്ങി.